വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാരികയുടെയും രാജീവിൻ്റെയും കല്യാണ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അതിനായി ശാരദാമ്മയുടെ വീട്ടിൽ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വിഷ്ണു. അതേസമയം വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് ശാലിനി. അത് ശാലിനി ശാരദാമ്മയോട് പറയുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിഷ്ണുവിനെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് രണ്ട് പെൺകുട്ടികൾ. അതിലൊരു കുട്ടി പറയുകയാണ്, നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ കിടന്ന് കറങ്ങിയിട്ടും ഇത്രയും നാളായിട്ടും ഇയാളെ കണ്ടില്ലല്ലോ. വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുന്ന അവരുടെ സംസാരം ശ്രദ്ധിച്ച് പുറകിൽ നിൽക്കുകയാണ് ശാലിനി. ശാലിനി പറയുകയാണ്, കണ്ടിരുന്നെങ്കിൽ നീയൊക്കെ അങ്ങ് തകർത്തേനെ. അതേസമയം മുറ്റത്തെ പന്തലിൽ നിന്ന് വിഷ്ണു ദാസനോടും കമലിനോടുമൊക്കെ സംസാരിക്കുകയാണ്. ദാസൻ വന്ന് കമലിനോട് പറയുകയാണ്, നീ ചെന്ന് ആ പന്തലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. പക്ഷേ വേറെ ആരെയും ശ്രദ്ധിക്കാതെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ആ കുട്ടികൾ. നീ ആ മസിൽ കണ്ടോ, ആള് ജിമ്മാണെന്ന് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് അവര്. ഇത് കേട്ട് പുറകിൽ നിൽക്കുന്ന ശാലിനി അയ്യട എന്ന് അവർ നോക്കി പറഞ്ഞിട്ട് വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയാണ്. ഒന്ന് ലൈൻ അടിക്കാനുള്ള മുതലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ശാലിനിക്ക് കുറേശ്ശെ ദേഷ്യം തോന്നുകയാണ് ആ കുട്ടികളോട്. ശാലിനി മനസ്സിൽ കരുതുകയാണ്, നിന്റെയൊക്കെ കണ്ണിൽ എന്താടി, കുരുവാണോ എന്നൊക്കെ ശാലിനി ചിന്തിച്ചു നിൽക്കുമ്പോൾ വിഷ്ണു ആരോടോ ഫോണിൽ അങ്ങനെ സംസാരിക്കുകയാണ്. വീണ്ടും ആ കുട്ടികൾ പറയുകയാണ്, ഇനി ആ കക്ഷിക്ക് വല്ല പ്രേമമോ മറ്റോ ഉണ്ടാകുമോ? ഇത്രയും സുന്ദരനായ ഒരു പയ്യന് പ്രേമമുണ്ടാകാതിരിക്കാൻ ഒരു സാധ്യതയും ഇല്ലടിയെന്ന് മറ്റേ കുട്ടി പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഫോൺ ചെയ്യുമ്പോൾ ദാസൻ പിറകിലേക്ക് ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്ന കുട്ടികളെയും പുറകിൽ നിൽക്കുന്ന ശാലിനിയെയും ദാസൻ കാണുന്നു. ദാസൻ കണ്ടുവെന്ന് മനസ്സിലാക്കിയ ശാലിനി പെട്ടെന്ന് ശ്രദ്ധ മാറ്റുകയാണ്. ഇത്രയുമാണ് വന്നിട്ടുള്ള പ്രൊമോയിൽ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.